ഒരു കറി എന്നൊക്കെ പറഞ്ഞാൽ 2 പേർക്ക് കഴിക്കാനുള്ള കറിയുണ്ട് കേട്ടോ. നല്ല ഫ്രഷ് കേരയാണ്. ടേസ്റ്റും അത് തന്നെ കിട്ടില്ല. അത് ബീഫ്, ഇത് പോർക്ക് ഫ്രൈ. ഇത് പോർക്ക്, അത് ബീഫ് ഫ്രൈ. അത് ബീഫിന്റെ ചാപ്സ്. ഇത് ബീഫിന്റെ എല്ല് കറി. ചിക്കൻ കറി, ബീഫ് കറി, ലിവർ ഫ്രൈ, ബോട്ടി ഫ്രൈ, ഫിഷ്, കേരക്കറി. പിന്നെ നമ്മുടെ ഊണിന്റെ എല്ലാ ഐറ്റംസ് എല്ലാം ഉണ്ട്. മീൻ വറുത്തടക്കം എല്ലാ ഐറ്റംസും ഉണ്ട്. ഏതിൽ നിന്ന് തുടങ്ങണമെന്നാണ് എനിക്ക് അറിയാൻ വയ്യാത്ത. എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് ബീഫ് ചാപ്സ്. സമയം ഒത്തിരി ആയി, നമുക്ക് വല്ലതും കഴിക്കണ്ടേ? കഴിക്കാം. നമുക്ക് ഇവിടെ ഒരു സിനിമാക്കാരൻ്റെ കടയുണ്ട്. ഞാൻ നേരത്തെ കയറി കഴിച്ചിട്ടുണ്ട്. നല്ല ഫുഡാണ്. നമുക്ക് അവിടെ കയറി എന്നാ അങ്ങോട്ട് കയറാം. എന്താ ഏറുമാടോന്നൊക്കെ ഇരുന്നുണ്ട്. ഇതാണ് നമ്മുടെ സിനിമാക്കാരൻ്റെ കട. നമുക്ക് ഇവിടെ കയറി കഴിക്കാം. നമസ്കാരമേ. ഇന്ന് നമ്മളൊരു നാടൻ ഫുഡ് കഴിക്കാമെന്ന് ചോദിച്ചിറങ്ങിയതാണ്. അതായത് വിഭവങ്ങളെല്ലാം വന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയാൻ വയ്യ. പക്ഷേ കൊട്ടാരക്കരയിലെ ലോവർ കരിക്കത്തിന് താഴെ റിലയൻസ് പമ്പിൻ്റെ ഓപ്പോസിറ്റ് സിനിമാക്കാരൻ്റെ കട ഭയങ്കര ഫേമസ് ആണ്. ഇടയ്ക്ക് ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാനും എൻ്റെ സുഹൃത്തും കൂടെ കറങ്ങാൻ ഇറങ്ങിയപ്പോൾ എന്താ പറഞ്ഞാൽ ഇന്നത്തെ ഉച്ചക്കലത്തെ ഊണ് ഇവിടെ ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ സാധനങ്ങളെല്ലാം കൂടി നിർത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ മീനിൻ്റെ തലക്കറിയാണ്, കേര. പിന്നെ പോർക്ക്, അത് ബീഫ്. ഇത് പോർക്ക് ഫ്രൈ. ഇത് പോർക്ക്, അത് ബീഫ് ഫ്രൈ. അത് ബീഫിന്റെ ചാപ്സ്. ഇത് ബീഫിന്റെ എല്ല് കറി, ചിക്കൻ കറി, ബീഫ് കറി, ലിവർ ഫ്രൈ, ബോട്ടി ഫ്രൈ, ഫിഷ്, കേരക്കറി. പിന്നെ നമ്മുടെ ഊണിന്റെ എല്ലാ ഐറ്റംസ് എല്ലാം ഉണ്ട്. മീൻ വറുത്തടക്കം എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ ഈവനിങ് ആയിട്ട് നമുക്ക് ഇതിൽ വരാത്ത കുറേ ഐറ്റംസ് ഉണ്ട്. മുയൽ കറി ഉണ്ട്, അതുപോലെ താറാവ് റോസ്റ്റ് ഉണ്ട്, പിന്നെ ക്രാബ് ഉണ്ട്, പോർക്ക് ഉണ്ട്. ഐറ്റംസ് എല്ലാം ഒരുപാട് ഐറ്റംസ് വരാനുണ്ട്. ഏകദേശം ഒരു 60ഓളം ഡിഷസ് നമുക്ക് ഈവനിങ് ആകുമ്പോഴേക്കും ഉണ്ട്. അതുപോലെ പൊറോട്ടകളും ദോശകളും. പൊറോട്ട നൂൽ പൊറോട്ട, ബീച്ച് പൊറോട്ട, കൊത്തു പൊറോട്ട, അതുപോലെ പിടി, പാൽക്കപ്പ, കപ്പ, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. ഏകദേശം ഒരു 60ഓളം ഡിഷസ് ടോട്ടലി നമുക്ക് ഈവനിങ് ആകുമ്പോഴേക്കും നിറയൂടെ. സിനിമാക്കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയതല്ല, സിനിമാക്കാരന്റെ കട തന്നെയാണ്. സിനിമാക്കാരന്റെ കട തന്നെയാണ്. അത് കണ്ട് വന്ന് രുചിച്ച് മനസ്സിലാക്കിയത് തന്നെ അനുഭവിച്ചറിയണം. അതെ, വെറൈറ്റി ആയിട്ട് പല ഡിഷുകളുണ്ട്. പിന്നെ ഈ പിടിയും കോഴി, പാൽക്കപ്പ, എല്ലുകറി, കപ്പ, ഫിഷ് കറി, ഇതിന് കോംബോ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. പഴംപൊരി, ബീഫ്, ഇതൊക്കെ ഒരു കോംബോ ആണ്. ഇത് കഴിക്കാൻ വേണ്ടി ആൾക്കാരുണ്ട്. സ്വിഗ്ഗിയിലൊക്കെ ഭയങ്കര റണ്ണിങ് ഓർഡറാണ് ഈ സംഭവങ്ങളൊക്കെ, കോംബോ ഒക്കെ ആയിട്ട്. അപ്പൊ നല്ല രീതിയിൽ വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഉച്ചക്കലത്തെ ഊണിന് ഈ സാധാ ഊണിന് എങ്ങനെ റേറ്റ്? നമ്മളാകെ 90 രൂപ ചാർജ് ചെയ്യുന്നുള്ളൂ. ഈ ഇത്രയും ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നതിന് ആകെ 90 രൂപ ചാർജ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമുക്ക് സ്പെഷ്യൽ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ എന്ത് വേണമെങ്കിലും മേടിക്കാം. നമുക്കൊരു രാവിലെ 11 ആകുമ്പോഴേക്കും ഊണും അതുപോലെ ബിരിയാണി ഐറ്റംസ് എല്ലാം റെഡി ആവും. ബിരിയാണി ആണെങ്കിൽ നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ട്, ബീഫ് ബിരിയാണി ഉണ്ട്, അതുപോലെ മുയൽ ബിരിയാണി ഉണ്ടാവും, കാട ബിരിയാണി ഉണ്ടാവും. അങ്ങനെ 3-4 തരം ബിരിയാണികൾ നമ്മൾ രാവിലെ തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ കസ്റ്റമർ എത്ര മണിക്ക്? ഏകദേശം 11:30 ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യും. ഈ ബിരിയാണി സ്റ്റാർട്ട് ചെയ്യും. ഈ സാറ്റർഡേ സൺഡേ ആണെങ്കിൽ നമുക്ക് കൂടുതൽ ഡിഷസ് അവൈലബിൾ ആയിരിക്കും. ഈ മുയലിൻ്റെ ആയാലും ഞണ്ടയ്ക്ക് നമ്മൾ എക്സ്ട്രാ ഡിഷസ് കൂടുതൽ ആഡ് ചെയ്തിരിക്കും അതിൽ. പിന്നെ ഫിഷ് ആണെങ്കിൽ നമുക്ക് അവൈലബിൾ ആണ് സൈസ് അനുസരിച്ച് ഫിഷിൻ്റെ ഡിഷസും കൂടുതലായിരിക്കും. ഇന്നിപ്പോൾ ഫിഷ് നമുക്ക് കിട്ടിയത് അവൈലബിൾ അനുസരിച്ചാണ് നമ്മൾ ഇപ്പോൾ വെച്ചുള്ളത്. വൈകിട്ട് ആകുമ്പോഴേക്കും കണവ ഉണ്ടാവും, അതുപോലെ ക്രാബ് ഉണ്ടാവും, അതിൽ കൂടെ കയറും ഡിഷസ് ഉള്ളത്. അതുപോലെ ഫിഷിൻ്റെ തന്നെ ഇപ്പോൾ തലക്കറി കൂടാണ്ട് തന്നെ ഫിഷിൻ്റെ കേര, ഫിഷ് കറി ഉണ്ട്. ഭയങ്കര ഡിമാൻഡുള്ള കറികളാണ് അതൊക്കെ. ഇവിടെ സുലൈമാനി ഭയങ്കര ഫേമസ് ആയില്ലേ? സുലൈമാനി നമുക്ക് പേരുള്ള മുഹബത്ത് എന്ന് പേരിട്ട് നമ്മൾ സുലൈമാനി ഇറക്കിയിട്ടുണ്ട്. സെപ്പറേറ്റ് സംഭവമാണ്, അറിയണ സംഭവം. അതുകൊണ്ടാണ് നമ്മുടെ ബദാം മിൽക്ക് ഉണ്ട്, ചായയും സാധാരണ ബൂസ്റ്റ് ഹോർലിക്സ് എല്ലാം പോലെ ബദാം മിൽക്കും ഈ മുഹബത്താണ് മെയിൻ സംഭവം. പിന്നെ നമ്മളെ കുറച്ച് സ്പെഷ്യൽ ഡിഷസ് ഉണ്ട് ഇവിടെ. മുത്തുമ്മ എന്ന് പേരുള്ളൊരു സംഭവം ഉണ്ട്, ഭയങ്കര ഇപ്പോൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. അങ്ങനെ നമ്മളെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറച്ച് ഡിഷസ് നമ്മുടേതായിട്ടുള്ള സാധനങ്ങളുണ്ട്. പുതിയതായിട്ടുള്ള സംഭവം. അതായത് നമ്മുടെ ഈ സ്ഥാപനം നിൽക്കുന്ന ആ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ടൊന്ന് പറയാൻ പറ്റും? ഇത് എക്സാക്ട് ലൊക്കേഷൻ ലോവർ കരിക്കം റിലയൻസ് പെട്രോൾ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് വേണമെങ്കിൽ പറയാം. CNG റിലയൻസ് MC റോഡിൽ യെസ്, റോഡിൽ ലോവർ കരിക്കം എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ. വിപിൻ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. കാരണം പറഞ്ഞത് മാത്രമല്ല, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് സത്യസന്ധമായിട്ട് ഞാൻ പറയും, കൊള്ളാമെങ്കിൽ കൊള്ളാന്ന് പറയും, കൊള്ളത്തില്ലെന്ന് പറയും. അത് നമുക്ക് കഴിച്ചു നോക്കാം. ആദ്യം നമുക്ക് പരിപ്പ് ഒഴിച്ചൊന്ന് കഴിച്ചു നോക്കാം. ഏതിന് തുടങ്ങണമെന്നാണ് എനിക്ക് അറിയാൻ വയ്യാത്ത. എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ്
ബീഫ് ചാപ്സ്. ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് ഞാൻ കറക്റ്റായിട്ട് പറയാം, കാരണം എന്താ വെച്ചാൽ സ്ഥിരമായിട്ട് കഴിക്കുന്ന സാധനമാണ് കേട്ടോ. ഇത് അടിപൊളി സ്വയംഭ സാധനം കേട്ടോ. ഇതുണ്ടോ, കിട്ടില്ല. ഇന്നത്തെ മീൻ കേര. ഒരു കറി എന്നൊക്കെ പറഞ്ഞാൽ 2 പേർക്ക് കഴിക്കാനുള്ള കറിയുണ്ട് കേട്ടോ. നല്ല ഫ്രഷ് കേരയാണ്, ടേസ്റ്റും അത് തന്നെ, കിട്ടില്ല. ഇനി ഇവിടെ തലക്കറി ഇരിക്കുന്നു, പോർക്ക്. പോർക്കിൻ്റെ ആ ഒരു നെയ്യുടെ പീസും കൂടെ വന്നാൽ വേറൊരു ലെവലിലോട്ടങ്ങ് മാറി കേട്ടോ. നമ്മൾ 90 രൂപയുടെ ഉന്നത്ത് എന്തൊക്കെ ഉണ്ടെന്നിട്ട് മെയിനായിട്ട് അറിയേണ്ടേ. നമുക്ക് ഫ്രൈ ഒന്ന് നോക്കാം. അതുപോലെ ഞാനിപ്പം എന്ത് ചെയ്യണമെന്നറിയാം, എല്ലാം കൂടെ എല്ലേറി ജെല്ലിയേറിയൊക്കെ വന്ന് കഴിക്കണം കേട്ടോ. ഇവിടെ വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ, നല്ല ആംബിയൻസ് ആയി കടയിൽ വന്ന് കയറി കഴിഞ്ഞാൽ പ്രത്യേക ഒരു ആംബിയൻസ് കഴിഞ്ഞാൽ അത് വിശദമായിട്ട് ഇതിനകത്ത് കാണിക്കാം. അതേപോലെ തന്നെ ഉണ്ടോ, ജീവനുള്ള മുയലുകൾ നമ്മൾ ആഹാരം കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ കുട്ടികളൊക്കെ വന്നാൽ വളരെ രസകരമായ ഒരു പരിപാടിയാണ്. നമുക്ക് ഇച്ചിരി ചോറും ചക്ക മീൻചാറും കഴിച്ചൊന്ന് കഴിച്ചു നോക്കാം. നല്ല ഗ്രേവിയാണ് കേട്ടോ മീൻചാറ്. നിങ്ങൾ ഈ വഴി പോകുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് കയറണം കേട്ടോ, ടേസ്റ്റ് ചെയ്യാൻ തന്നെ ഒന്ന് കയറണം കേട്ടോ. ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ടെന്നും അതിൽ ഇവിടെ വന്ന് കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം എങ്ങനെയുണ്ടെന്ന് ഫുഡെന്ന്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. മീൻ കറിയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അമ്മമാർ വെക്കുന്നതിനെക്കാട്ടും സ്റ്റൈലായിട്ടാണ് വെക്കുന്നത്. അമ്മമാർ വെക്കുന്നതിനെക്കാട്ടിലും പറഞ്ഞാൽ അമ്മയെ കളിയാക്കിയതല്ല, പക്ഷേ മീൻ കറി വേറൊരു ലെവലാണ് കേട്ടോ. തലക്കറി തൊട്ടില്ല ഒന്ന് ഒതുങ്ങാമെന്ന് വിചാരിച്ചു, ഒന്ന് ഒതുക്കി നമുക്ക് തലക്കറിയിലെടുക്കുക, നമുക്ക് കയറാം. അല്ല, ചൂരത്തലയാണ്. നമുക്ക് ചേര അനങ്ങാതിരുന്നില്ല, ഇച്ചിരി ഗ്രേവിയൊക്കെ അതിനെ മണ്ടയിലോട്ടൊന്ന് ഒഴിക്കാം. ഇവിടെ ഒന്ന് തല എടുത്തൊന്ന് കഴിച്ചു നോക്കാം. നല്ലതാണോ വല്ലാതെ ഞാൻ ഇപ്പം പറയാം. ചൂരയുടെ തലയിൽ ആ നല്ല ടേസ്റ്റാണ്. അതുപോലെ ചില കടകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അരപ്പിനകത്ത് ഇട്ടെടുത്തോണ്ട് വരും, പക്ഷേ ഇതങ്ങനല്ല കേട്ടോ. നല്ല ചൂരത്തല കേട്ടോ, അടിപൊളി. ഇത് നമ്മൾ അത്യാവശ്യം എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിച്ചു. എല്ലാം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക, അതിൻ്റെ ടേസ്റ്റ് അറിയുക. അതുകൊണ്ടാണ് ഇത്രയും സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ച് അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞത്. അതായത് നമ്മൾ വെറുതെ ഒരു കട പരിചയപ്പെടുത്തി ആളുകളെ കൗളിപ്പിക്കുന്ന പരിപാടിയൊന്നും നമുക്കില്ല. തീർച്ചയായിട്ടും നല്ല ടേസ്റ്റാണ്. ഓരോ സാധനങ്ങളും ഓരോ ഐറ്റവും ഒന്നിനൊന്നിന് നല്ല ഫുഡാണ്. തീർച്ചയായിട്ടും നിങ്ങൾ തിരുവനന്തപുരം റൂട്ടേ വരുമ്പം കരിക്കത്തിന് താഴെ, അതായത് കൊട്ടാരക്കരയിൽ നിന്ന് വരും, അല്ലെങ്കിൽ റിലയൻസ് പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുക സിനിമാക്കാരൻ്റെ കട, അവിടെ കയറി കഴിക്കാതിരിക്കരുത്. അതേപോലെ നല്ല വൈബാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. മുയലൊക്കെ ഇങ്ങനെ അവിടെ ഓടിച്ചാടി നടക്കുകയാണ്. അദ്ദേഹം തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുമെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. നല്ലൊരു സാധാരണക്കാരൻ്റെ കട, അതേപോലെ വിറകടുപ്പിൽ പാചകം ചെയ്യുന്ന ഒരു കടയാണ്. അത് തീർച്ചയായിട്ടും നിങ്ങളിവിടെ വന്ന് കഴിക്കണം. നിങ്ങളുടെ കമൻറ്റ് നമുക്കറിയണം. അതേപോലെ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.